നമസ്കാരം. 2000 കോടിയുടെ ഡ്രഗ്സ് കേസ്, നഗ്നനൃത്ത വിവാദം, ബ്രാഹ്മണ്യത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക്, ഒടുവിൽ സന്യാസവും. ഒരു കാലത്ത് യുവാക്കളെ ഹരം കൊള്ളിച്ച ബോളിവുഡ് സുന്ദരി മമത കുൽക്കർണിയുടെ ജീവിതം അങ്ങനെയായിരുന്നു. എന്നും വിവാദങ്ങളിലൂടെ സഞ്ചരിച്ച നടി. ന്യൂസ് ആൻഡ് അപ്പ് ഇന്ന് പരിശോധിക്കുന്നു നടി മമത കുൽക്കർണിയുടെ വിചിത്ര ജീവിതത്തെക്കുറിച്ച്. മറാത്തയിലെ ഒരു യാഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ സിനിമയിലെത്തിയ ആ കിന്നര സുന്ദരിയെ തേടിയെത്തിയത് വിവാദങ്ങളുടെ പെരുമഴയായിരുന്നു. 2000 കോടിയുടെ മയക്കുമരുന്ന് കേസാണ് അവർക്ക് നേരെ ഉണ്ടായത്. അതിൽപ്പെട്ട് പങ്കാളി ജയിലിലായി. ബോംബെ അധോലോക നായകൻ ഛോട്ടാ രാജനുമായുള്ള ബന്ധം, സ്റ്റാർഡസ്റ്റ് മാഗസിനിൽ ടോപ്ലെസ് ആയി പോസ്റ്റ് ചെയ്തത്, കാലിത്തീറ്റ കുംഭകോണ കേസിലെ പ്രതിയായ MLA വീട്ടിലെ നഗ്നനൃത്തം തുടങ്ങി നിരവധി വിവാദങ്ങളിലൂടെയാണ് മമതയുടെ ജീവിതം കടന്നുപോയത്. ഇടയ്ക്ക് അവർ ഇസ്ലാം സ്വീകരിച്ചതായും വാർത്തകൾ വന്നു. പക്ഷേ പിന്നീട് അവർ തന്നെ അത് നിഷേധിച്ചു. അവസാനമാണ് അവർ സന്യാസത്തിലേക്ക് നീങ്ങിയത്. കഴിഞ്ഞ 12 വർഷമായി തൻ്റെ ജീവിതം ഒരു യോഗിനിയുടേതാണെന്ന് അവർ ആത്മകഥയിൽ പറയുന്നു. ഇപ്പോൾ നടി വീണ്ടും വാർത്തകളിൽ നിറയുന്നത് പഴയ മയക്കുമരുന്ന് കേസിന്റെ പേരിലാണ്. മമത കുൽക്കർണിക്കെതിരെയുള്ള മയക്കുമരുന്ന് കേസ് റദ്ദാക്കണമെന്ന് ബോംബെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വിധിച്ചിരിക്കുകയാണ്. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മമത കോടതിയിൽ ഹർജി നൽകിയിരുന്നു. തെളിവുകളുടെ അഭാവത്തിൽ കേസിലെ തുടർ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കാത്ത ഘട്ടത്തിലെത്തിയിരിക്കുകയാണെന്ന് ജസ്റ്റിസുമാരായ ഭാരഗി ദാൻഗ്രെ, മഞ്ജുഷ ദേശ്പാണ്ഡെ എന്നിവർ അടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചു. ഇതോടെ എല്ലാവരും മറന്നു തുടങ്ങിയ ബോളിവുഡിന്റെ ഡ്രഗ് റാണി വീണ്ടും ചർച്ചയാവുകയാണ്. ആയിരത്തി 1972 ഏപ്രിൽ 20 മുംബൈയിലെ ഒരു ഇടത്തരം മറാത്തി ബ്രാഹ്മണ കുടുംബത്തിലാണ് മമത ജനിച്ചത്. വെർസോവ ഏരിയയിലാണ് ഇവർ താമസിച്ചിരുന്നത്. മുംബൈയിലെ സെന്റ് ജോസഫ് കോൺവെന്റ് ഹൈസ്കൂളിൽ നിന്നാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അഭിനയത്തോട് ആദ്യകാലത്ത് മമതയ്ക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ അമ്മ നടിയാകാനും പ്രശസ്തി നേടാനും മകളെ നിർബന്ധിച്ചു. അമ്മയുടെ സ്വപ്നം പൂർത്തീകരിക്കാനാണ് സിനിമയിലെത്തിയത് എന്നാണ് മമത ഒരു അഭിമുഖത്തിൽ പറയുന്നത്. അക്കാലത്ത് മമത വളരെ മതവിശ്വാസിയായ വ്യക്തിയായിരുന്നു. അഭിനയം ഒരു കരിയറായി തിരഞ്ഞെടുത്തില്ലെങ്കിൽ ആത്മീയതയിലേക്ക് നീങ്ങിയനെയെന്ന് അവർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. തൻ്റെ 20 വർഷത്തെ കരിയറിൽ സൽമാൻ ഖാൻ, ഗോവിന്ദ്, ആമിർ ഖാൻ, ഷാറൂഖ് ഖാൻ, അക്ഷയ് കുമാർ തുടങ്ങി സൂപ്പർ താരങ്ങൾക്കൊപ്പം നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ചു. 1991 നൻബർഗൽ എന്ന തമിഴ് സിനിമയിലൂടെയാണ് കരിയർ ആരംഭിച്ചത്. അതിലെ പ്രിയ എന്ന കഥാപാത്രത്തെ തമിഴ് പ്രേക്ഷകർ അംഗീകരിച്ചു. ആദ്യ ചിത്രത്തിൽ വേഷമിടുമ്പോൾ വെറും 19 വയസ്സാണ് പ്രായം. 1992 നാനാ പടേക്കറും രാജ്കുമാറും അഭിനയിച്ച തിരങ്ക എന്ന ചിത്രത്തിലൂടെയാണ് അവർ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചത്. അതൊരു ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. അതേ വർഷം തന്നെ മേരാ ദിൽ തേരാ ലിയേ എന്ന ചിത്രത്തിൽ മികച്ച വേഷമായിരുന്നു. 1993 ആഷിഖ് ആവാരയിൽ അഭിനയിച്ചു. ആ വർഷത്തെ ന്യൂ ഫേസ് ഓഫ് ദ ഇയർ ഫിലിം ഫെയർ അവാർഡ് മമതയ്ക്ക് ഈ ചിത്രം നേടിക്കൊടുത്തു. വക്ത് ഹമാരെ ഹേ, ക്രാന്തിവീർ, കരൺ അർജുൻ, സബ്സെ ബഡാ ഖിലാഡി, ബാസി തുടങ്ങിയ നിരവധി ജനപ്രിയ സിനിമകളിൽ അവർ അഭിനയിച്ചു. ഇതിൽ കരൺ അർജുനിൽ സൽമാൻ ഖാനുമൊത്തുള്ള പ്രണയരംഗങ്ങളും ഗാനങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. സബ്സെ ബഡാ ഖിലാഡി എന്ന അക്ഷയ് ചിത്രവും ഹിറ്റായതോടെ അവരുടെ പ്രതിഫലം കുത്തനെ ഉയർന്നു. ബോളിവുഡിലെ അടുത്ത താരറാണി മമതയാണെന്ന് മാധ്യമങ്ങൾ എഴുതി. സൽമാൻ ഖാൻ, അക്ഷയ് കുമാർ, ഷാറൂഖ് ഖാൻ തുടങ്ങിയ മുൻനിര നായകന്മാർക്കൊപ്പം അവർ അഭിനയിച്ചു തകർത്തു. യഥേഷ്ടമുള്ള ഗ്ലാമർ പ്രദർശനം അവരെ യുവാക്കളുടെ ഹരമാക്കി. ചന്ദമാമ എന്ന മലയാള ചിത്രത്തിലെ ഗാനരംഗത്തിലും മമത അഭിനയിച്ചിട്ടുണ്ട്. 2001 ദേവാനന്ദന്റെ സെൻസർ എന്ന ചിത്രത്തിലാണ് അവർ അവസാനമായി അഭിനയിച്ചത്. 90കളുടെ അവസാനം മമത അവസരം കുറഞ്ഞ് ബോളിവുഡിൽ നിന്ന് ഔട്ടാകുകയായിരുന്നു. കഭി തും കഭി ഹം എന്ന സിനിമയിൽ അഭിനയിച്ചതിനു ശേഷം അവർ സിനിമാ വ്യവസായം പൂർണ്ണമായും ഉപേക്ഷിച്ചു. ബോളിവുഡിൽ നിന്ന് മമത കുൽക്കർണി ഔട്ടാകുന്നതിന് പിന്നിൽ ശക്തമായ ചില അധോലോക ബന്ധങ്ങളുടെ കഥ കൂടിയുണ്ട്. അന്ന് ഹിന്ദി സിനിമാ മേഖലയടക്കം നിയന്ത്രിച്ചിരുന്നത് ദാവൂദ് ഇബ്രാഹിമിൻ്റെയും ഛോട്ടാ രാജൻ്റെയും സംഘങ്ങളായിരുന്നുവെന്നത് പരസ്യമായ രഹസ്യമാണ്. അതിൽ ഛോട്ടാ രാജൻ്റെ കുട്ടിയായി മമത വിലയിരുത്തപ്പെട്ടു. മമത കുൽക്കർണിയെ നായികയാക്കാൻ വേണ്ടി ഛോട്ടാ രാജൻ പലരെയും ഭീഷണിപ്പെടുത്തിയ കഥ പോലും പുറത്തു വന്നു. രാജ്കുമാർ സന്തോഷി സംവിധാനം ചെയ്ത
ചൈന ഗേറ്റ് എന്ന ചിത്രത്തിലൂടെയാണ് ഈ അധോലോക ബന്ധം പരസ്യമായത്. ചില പ്രശ്നങ്ങളെ തുടർന്ന് ചിത്രത്തിലെ പ്രധാന വേഷത്തിൽ നിന്ന് രാജ്കുമാർ മമതയെ ഒഴിവാക്കി. ഇതോടെ അവർ തമ്മിലുള്ള ബന്ധം വഷളായി. അതോടെ രാജ്കുമാറിനെ തേടിയെത്തിയത് ഛോട്ടാ രാജന്റെ വിളിയായിരുന്നു. വിരണ്ടുപോയ സംവിധായകൻ വീണ്ടും മമതയെ നായികയാക്കി. കാരണം അന്ന് ദാവൂദിനേക്കാൾ ബോംബെക്ക് പേടി, പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന ഛോട്ടാ രാജൻ എന്ന ഷാർപ്പ് ഷൂട്ടർ കൂടിയായ അധോലോക രാജാവിനെയായിരുന്നു. സെവൻ സമുറായി എന്ന വിഖ്യാത ചിത്രത്തിന്റെ റീമേക്ക് ആയിരുന്നു 1998 പുറത്തിറക്കിയ ചൈന ഗേറ്റ്. പക്ഷേ ചിത്രം ബോക്സ് ഓഫീസിൽ 8 നിലയിൽ പൊട്ടി. എന്നിട്ടും ചമ്മ ചമ്മ എന്ന് തുടങ്ങുന്ന ഊർമിള മണ്ഡേതാക്കിന്റെ പാട്ട് ജനപ്രിയമായി. മമതയെ കടത്തിവെട്ടി ഊർമിളയ്ക്ക് വലിയ കയ്യടി കിട്ടി. ഇത് മമതയെ വല്ലാതെ മുറിവേൽപ്പിച്ചു. ചിത്രത്തിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം രാജ്കുമാറിന് നൽകിക്കൊണ്ട് അവർ ഒരു അഭിമുഖം നൽകി. തന്റെ രംഗങ്ങൾ വെട്ടിക്കുറച്ച് വികലമാക്കിയെന്നും ആരോപിച്ചു. പക്ഷേ ഈ വിവാദങ്ങൾ മമതയ്ക്ക് വലിയ തിരിച്ചടിയായി. പിന്നീട് മറ്റ് സംവിധായകരും മമതയുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തിയതിനാൽ വലിയ പ്രൊജക്റ്റുകളൊന്നും ലഭിച്ചില്ല. കാരണം ഇന്ന് സെറ്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നാളെ ബോംബെ അധോലോകത്തിൽ നിന്ന് വിളി വരുന്നത് ആരാണ് ഇഷ്ടപ്പെടുക? ഒന്നാം തരം ഒരു നർത്തകി കൂടിയായ മമത ഇടയ്ക്കിടെ ലക്ഷങ്ങൾ പ്രതിഫലം പറ്റി ദുബൈയിലും മറ്റും ഡാൻസ് ചെയ്യാൻ പോകുമായിരുന്നു. ആ ഡാൻസ് പാർട്ടികളിൽ വെച്ചാണ് അവർ ഛോട്ടാ രാജനെ പരിചയപ്പെട്ടത് എന്ന് പറയുന്നു. ദുബായ് ജീവിതം തന്നെയാണ് മമതയുടെ ജീവിതം വഴിതിരിച്ചു വിടുന്നതും. പിന്നീട് തൻ്റെ ഭർത്താവായ മയക്കുമരുന്ന് രാജ് വിക്കി ഗോസ്വാമി മമത പരിചയപ്പെടുന്നതും ദുബൈയിൽ വെച്ചാണ്. 90കളുടെ അവസാനത്തിൽ സിനിമാ ഓഫറുകൾ കുറയുന്ന നിരവധി ഇന്ത്യൻ നടിമാർ ദുബൈയിൽ നൃത്തം ചെയ്യാൻ തുടങ്ങിയിരുന്നു. അതിനവർക്ക് മികച്ച പ്രതിഫലം ലഭിച്ചു. അങ്ങനെ ഒരു ഷോയ്ക്കിടയിലാണ് അവൾ വിക്കി ഗോസ്വാമി കണ്ടത്. അക്കാലത്ത് ദുബൈയിൽ ഒരു ഹോട്ടലും ഫുഡ് പൾപ്പ് പ്രോസസ്സിംഗ് ബിസിനസ്സും ഒരു ലീഗൽ ഫെയിമും ഒക്കെ വിക്കിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ സാംബിയൻ മയക്കുമരുന്ന് പ്രഭുവായ വെൽഡൻ ഫിൻലിയുമായി ബിസിനസ് ബന്ധമുള്ള ഒരു മയക്കുമരുന്ന് വ്യാപാരിയായിരുന്നു വിക്കി. അത് മറച്ചുവെച്ചാണ് മമതയെ പരിചയപ്പെടുന്നത്. മമതയുടെ ദുബായിൽ ഇടയ്ക്കിടെയുള്ള സന്ദർശനങ്ങൾ കാരണം അവരുടെ കൂടിച്ചേരൽ വർദ്ധിച്ചു. അവർ അടുപ്പത്തിലായി. 1997 വിക്കി ദുബായിൽ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായി വധശിക്ഷയ്ക്ക് ശിക്ഷിക്കപ്പെട്ടു. ജയിലിൽ പോയപ്പോൾ ആരും വിശ്വാസമില്ലാത്തതിനാൽ തന്റെ നിയമകാര്യങ്ങളുടെ എല്ലാ ചുമതലയും മമതയെ ഏൽപ്പിച്ചു. വിക്കിയുടെ അഭാവത്തിൽ മമത അയാളുടെ ബിസിനസ്സുകൾ വളരെ നന്നായി കൈകാര്യം ചെയ്തു. ദുബായിലെ സമ്പന്നർക്കായി ഷോകൾ ചെയ്തിരുന്നതിനാൽ അവൾക്ക് നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. അവരുടെ സഹായത്തോടെ വിക്കിയുടെ വധശിക്ഷ റദ്ദാക്കാൻ അവൾക്ക് കഴിഞ്ഞു. തടവുകാർക്ക് ആ രാജ്യം നൽകി വരുന്ന വിവിധ ഇളവുകളുടെ ആനുകൂല്യങ്ങളും വിക്കി നേടി. ഒടുവിൽ വെറും 8 വർഷത്തിനുള്ളിൽ നല്ല നടപ്പിന്റെ അടിസ്ഥാനത്തിൽ വിക്കി ജയിൽ മോചിതനായി. തുടർന്നാണ് അവരുടെ വിവാഹം നടക്കുന്നത്. ജയിൽ മോചിതനായിട്ടും വിക്കി നന്നായില്ല. അയാൾ വീണ്ടും പഴയ പണി തുടർന്നു. പിന്നീട് അവർ കെനിയയിലേക്ക് പോയി. അവിടെയായിരുന്നു വിക്കിയുടെ ബിസിനസ്സുകളൊക്കെ. മയക്കുമരുന്നുകൾ കെനിയയിൽ എത്തിച്ച് അത് അമേരിക്കയിലേക്ക് കടത്തുകയായിരുന്നു ഇയാളുടെ പരിപാടി. കള്ളക്കടത്ത് കേസിൽ വിക്കിയെയും നടിയെയും കെനിയയിൽ വെച്ച് അറസ്റ്റ് ചെയ്തതായി നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. 2014 മഹാരാഷ്ട്രയിലെ സോളാപൂരിൽ നിന്ന് 2000 കോടി രൂപ വില വരുന്ന എഫിഡ്രൈൻ ലഹരിമരുന്ന് പിടികൂടിയ കേസിലാണ് മമത പ്രതിയായത്. 2016 ഈ സംഭവം പുറലോകം അറിഞ്ഞത്. പിടികൂടിയ ലഹരിമരുന്ന് കെനിയ വഴി അമേരിക്കയിലേക്ക് കടത്താനായിരുന്നു ഗോസ്വാമിയുടെ പദ്ധതി എന്നാണ് പോലീസ് പറഞ്ഞത്. സോളാപൂരിലെ അവോൺ ലൈഫ് സയൻസസ് എന്ന മരുന്ന് കമ്പനിയിൽ നടത്തിയ റെയ്ഡിലാണ് ലഹരിമരുന്ന് പിടികൂടിയത്. കേസിൽ അറസ്റ്റിലായ 7 പേരെ ചോദ്യം ചെയ്തപ്പോഴാണ് വിക്കി ഗോസ്വാമിയുടെ പങ്ക് പുറത്തു വന്നത്. കെനിയയിലെ മൊംബാസയിൽ ലഹരിമരുന്ന് നിർമ്മാണ ഫാക്ടറി തുടങ്ങാനും വിക്കിക്ക് പദ്ധതി ഉണ്ടായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. ജാമ്യത്തിലിറങ്ങിയ വിക്കി ഗോസ്വാമി പിന്നീട് അമേരിക്കയിലേക്ക് കടന്നു. തുടർന്ന് വിക്കി ഗോസ്വാമിയെ മമതയും താനെ പ്രത്യേക കോടതി പിടികിട്ടാപ്പുള്ളികളായി പ്രഖ്യാപിക്കുകയായിരുന്നു. 2016 ജനുവരിയിൽ കെനിയയിൽ നടന്ന ഒരു അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തിൽ നടന്ന ഒരു യോഗത്തിൽ മമത കുൽക്കർണി തന്റെ പങ്കാളിയായ വിക്കി ഗോസ്വാമിക്കും മറ്റ് സഹപ്രതികൾക്കും ഒപ്പം പങ്കെടുത്തതായി പോലീസ് ആരോപിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര എഫിഡ്രിൻ വിതരണ റാക്കറ്റിനെ കുറിച്ച് അന്വേഷിക്കുന്ന താനെ പോലീസിന്റെ ക്രൈംബ്രാഞ്ച് സംഘം 2017 ജൂൺ 25 മമതയ്ക്കും വിക്കി ഗോസ്വാമിക്കും നോട്ടീസ് നൽകി. മുംബൈയിലെ വെർസോവയിലെ സ്കൈ എൻക്ലേവിലുള്ള കുൽക്കർണിയുടെ വീട്ടിലെത്തിയ പോലീസ് സംഘം നടി എവിടെയാണെന്ന് അറിയാത്തതിനാൽ വാതിലിൽ നോട്ടീസ് ഒട്ടിക്കുകയായിരുന്നു. പ്രത്യേക നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് കോടതി കുൽക്കർണിയെയും ഗോസ്വാമിയും പ്രഖ്യാപിത കുറ്റവാളികളായി പ്രഖ്യാപിക്കുകയും അവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടാൻ ഉത്തരവിടുകയും ചെയ്തു. അന്ന് കെനിയയിലെ മൊംബാസയിലായിരുന്നു നടിയുടെ താമസം. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളും മുംബൈ ബാങ്കുകളിലെ 3 FDകളും മരവിപ്പിക്കാൻ കോടതി ഉത്തരവിട്ടു. ഇവരുടെ മുംബൈയിലെ 2 ഫ്ളാറ്റുകളും പോലീസ് സീൽ ചെയ്തു. വിക്കി പിന്നീട് അറസ്റ്റിലായെങ്കിലും മമത കെനിയയിൽ സുരക്ഷിതയായി. ഈ കേസിലാണ് കോടതി ഇപ്പോൾ മതിയായ തെളിവില്ലെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. സത്യത്തിൽ പങ്കാളിയായ വിക്കിയായിരുന്നു ഇതിൻ്റെ എല്ലാം സൂത്രധാരൻ.
ഒരു കാലത്ത് മാധ്യമങ്ങൾ മമതയെ മയക്കുമരുന്ന് റാണിയായിട്ടായിരുന്നു ചിത്രീകരിച്ചിരുന്നത്. പക്ഷേ അവർക്ക് ഡ്രഗ് മാഫിയയുമായി ബന്ധമുണ്ടോ എന്ന് ഇനിയും സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നും വിവാദങ്ങളുടെ സഹയാത്രികയായിരുന്നു ഈ സുന്ദരി. 1993 സ്റ്റാർഡസ്റ്റ് മാഗസിനിൽ മമതയുടെ ടോപ്ലെസ് പോസ്റ്റ് ചിത്രം പ്രസിദ്ധീകരിച്ചത് സദാചാരവാദികളുടെ കുരുപൊട്ടിച്ചു. അന്ന് അത്തരത്തിലൊരു പോസ്റ്റ് ചെയ്യാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാറ്റിനുപരിയായ മമത ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചതാണ് ഇവിടെ പലർക്കും വിമർശിക്കാനുള്ള ടൂളായത്. വഴിതെറ്റിപ്പോയ പെണ്ണായി അവൾ വിലയിരുത്തപ്പെട്ടു. അശ്ലീല പ്രദർശനത്തിന്റെ പേരിൽ ഈ ചിത്രത്തിനെതിരെ ഒരാൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഇതിൽ മമതയ്ക്ക് 15,000 രൂപ പിഴ ചുമത്തിയതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എന്ത് വകുപ്പിലാണെന്ന് വ്യക്തമല്ല. പിന്നീട് ഈ കേസ് മേൽക്കോടതി റദ്ദാക്കുകയും ചെയ്തു. അതിനിടെ ഇന്ത്യയെ ഞെട്ടിച്ച ബീഹാറിലെ കാലിത്തീറ്റ കുംഭകോണത്തിലും നടിയുടെ പേര് വലിച്ചഴക്കപ്പെട്ടു. ലാലു പ്രസാദ് യാദവുമായി അടുത്ത ബന്ധമുള്ള ഒരു RJD MLA പാർട്ടിയിൽ മമത നൃത്തമാടിയതാണ് വിവാദമായത്. ഇത് നഗ്ന നൃത്തമായിരുന്നുവെന്നും ആരോപണമുയർന്നു. എന്നാൽ മമതയുടെ ആളുകൾ ഇത് നിഷേധിച്ചു. പക്ഷേ ഈ നൃത്തത്തിന് 1.25 കോടി രൂപയാണ് പ്രതിഫലം വാങ്ങിയത്. അക്കാലത്ത് ഒരു ഹീറോയ്ക്ക് പോലും കിട്ടാത്ത ഉയർന്ന തുകയായിരുന്നു ഇത്. വെറും ഒരു സാധാ നൃത്തത്തിന് ഇത്രയും പണം പൊട്ടിക്കുമോ എന്ന ചോദ്യം ബാക്കിയാണ്. പ്രശ്നം അവിടെ തീർന്നില്ല. ഈ MLA കാലിത്തീറ്റ കുംഭകോണത്തിൽ നിന്ന് കിട്ടിയ 1000 കോടി രൂപ നടിയുടെ കയ്യിലാണ് ഒളിപ്പിച്ചതെന്നും മമത MLAയുടെ ബിനാമിയാണെന്നും വാർത്തകൾ വന്നു. ഇത് പ്രതിപക്ഷം പ്രശ്നമാക്കി. കാലിത്തീറ്റ കുംഭകോണത്തിൽ ബോളിവുഡ് മാഫിയ എന്ന രീതിയിൽ പത്രങ്ങളിൽ വാർത്തയും വന്നു. തുടർന്ന് പോലീസ് അന്വേഷണം നടന്നുവെങ്കിലും മമതയെ കൊടുക്കാനുള്ള വിവരങ്ങളൊന്നും കിട്ടിയില്ല. വർഷങ്ങൾക്ക് ശേഷം നടന്ന ഒരു അഭിമുഖത്തിൽ തനിക്ക് കാലിത്തീറ്റ കുംഭകോണത്തിലൊന്നും യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നാണ് നടി പറയുന്നത്. സിനിമയിൽ നിന്ന് ഔട്ടായ മമത പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുകയും ദുബായിൽ സ്ഥിരതാമസമാക്കുകയുമായിരുന്നു. അവൾ വിക്കിക്കൊപ്പം കെനിയയിൽ വെച്ച് ഇസ്ലാം മതം സ്വീകരിച്ചതായിട്ടാണ് പറയുന്നത്. മയക്കുമരുന്ന് കേസിൽ തടവിലായതിനാൽ ശിക്ഷാ ഇളവിൻ്റെ ആനുകൂല്യം ലഭിക്കാൻ വേണ്ടിയുള്ള കുറുക്കുവഴിയാണ് ഇതെന്നും പറയപ്പെടുന്നു. പക്ഷേ ഇതെല്ലാം മമത നിഷേധിക്കുകയാണ്. താൻ ഇസ്ലാമിലേക്ക് മാറിയിട്ടില്ലെന്നും വിക്കി വിവാഹം കഴിച്ചിട്ടില്ലെന്നുമാണ് അവർ പറയുന്നത്. പക്ഷേ അതിനിടെ ബുർക്ക ധരിച്ച് അവർ കോടതിയിൽ ഹാജരായപ്പോൾ മുസ്ലിം സമുദായത്തിലെ ചിലർ അവർക്കെതിരെ രംഗത്തെത്തിയിരുന്നു. ഇസ്ലാമിലേക്ക് മാറിയതായി സമ്മതിക്കാത്ത ഒരു സെക്സ് നടി തങ്ങളുടെ മതവസ്ത്രത്തെ ദുരുപയോഗം ചെയ്യുകയും അനാദരിക്കുകയും ചെയ്തു എന്നതായിരുന്നു അവരുടെ വാദം. ഈ പ്രവൃത്തിയുടെ പേരിൽ ചില തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന് നടിക്ക് വധഭീഷണിയും ഉണ്ടായിരുന്നു. 2013 മമത വിക്കി ഗോസ്വാമിയെ വിവാഹം കഴിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ആദ്യം മമത ഇത് നിഷേധിച്ചുവെങ്കിലും പിന്നീട് രേഖകൾ പുറത്തു വന്നു. പക്ഷേ ഇപ്പോൾ തനിക്ക് വിക്കിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് അവർ പറയുന്നു. കെനിയയിൽ വെച്ച് മമത സിനിമയിലേക്ക് തിരിച്ചു വരാൻ ഒരു ശ്രമം നടത്തി. ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങിയെങ്കിലും അത് ക്ലച്ച് പിടിച്ചില്ല. കെനിയൻ തലസ്ഥാനമായ നെയ്റോബിയിലെ ജീവിതത്തിനിടയിലാണ് താൻ ആത്മീയതയിലേക്ക് തിരിയുന്നത് എന്നതാണ് അവർ ആത്മകഥയിൽ പറയുന്നത്. അഭിനയത്തിൽ നിന്ന് ഇടവേളയെടുത്തപ്പോൾ ധ്യാനവും തപസ്സും തുടങ്ങി. അത് ഏകദേശം 12 വർഷത്തോളം തുടർന്നു. ആ സമയത്ത് മമത പൂർണ്ണമായും ആത്മീയതയിലേക്ക് തിരിഞ്ഞു. അതിനിടെ മഹാകുംഭമേളയ്ക്ക് പോയപ്പോൾ ജ്ഞാനോദയം പ്രാപിച്ചുവെന്നും തൻ്റെ ഗുരുവിൻ്റെ കൃപയാൽ ദൈവത്തിന് സ്വയം സമർപ്പിച്ചുവെന്നും അവർ തൻ്റെ ആത്മകഥയായ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗിനിയിൽ പറയുന്നു. 2016 16 വർഷത്തിനു ശേഷം ഒരു വാർത്താ ചാനലിൽ നൽകിയ അഭിമുഖത്തിനായി അവൾ വീണ്ടും ക്യാമറയെ അഭിമുഖീകരിച്ചു. അതിൽ അവൾ തൻ്റെ ഭൂതകാലത്തെയും ജീവിതത്തെയും സിനിമയും മയക്കുമരുന്ന് കേസ് ഉൾപ്പെടെയുള്ള തങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിച്ചു. തനിക്കെതിരെ വന്നതെല്ലാം ദുരാരോപണങ്ങളാണെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് അവർ ആത്മകഥയുമായി രംഗത്തെത്തുന്നത്.